ജൂലൈ 1 മുതൽ HDFC ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന ക്രെഡിറ്റ് കാർഡുകളുടെ ടേംസ് ആൻഡ് കണ്ടീഷനിലും അതുപോലെ തന്നെ SBI കാർഡ്സ് ഇഷ്യൂ ചെയ്യുന്ന ക്രെഡിറ്റ് കാർഡുകളുടെ ടേംസ് ആൻഡ് കണ്ടീഷനിലും കുറച്ച് മാറ്റങ്ങൾ വരികയാണ്. അതുപോലെ തന്നെ നമ്മൾ പുതുതായിട്ടൊരു പാൻ കാർഡിന് അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന റൂളിൽ കുറച്ച് മാറ്റം വരുന്നുണ്ട്. അതേപോലെ റെയിൽവേ തത്കാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ റൂളിൽ കുറച്ച് മാറ്റങ്ങൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ ICICI ബാങ്ക് സേവിങ്സ് അക്കൗണ്ടിൻ്റെ സർവീസ് ചാർജിലും കുറച്ച് മാറ്റങ്ങളൊക്കെ വരികയാണ്. ഇങ്ങനെ ജൂലൈ മാസത്തിൽ സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങളും അപ്ഡേറ്റുകളും എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വെൽക്കം ടു അനദർ വീഡിയോ. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് fino360.com, ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനൽ. ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ, ലിങ്ക് ഇൻ ബിലോ. ആദ്യത്തെ ഒരു ചേഞ്ച് വരുന്നത് പാൻ കാർഡ് അപ്ലൈ ചെയ്യുമ്പോഴാണ്. ഇപ്പോൾ നിലവിൽ നമുക്കൊരു പാൻ കാർഡ് അപ്ലൈ ചെയ്യാനായിട്ട് ഒരു ID പ്രൂഫും അതുപോലെ തന്നെ നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പാൻ കാർഡിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ ജൂലൈ 1 മുതൽ ഇങ്ങനെ ID പ്രൂഫും ബർത്ത് സർട്ടിഫിക്കറ്റും പോരാ. നമുക്ക് ആധാർ ഉണ്ടെങ്കിൽ മാത്രമേ പുതിയൊരു പാൻ കാർഡിനായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കൂ. ജൂലൈ 1 മുതൽ പാൻ കാർഡ് അപ്ലൈയിങ് പ്രോസസ്സിന് ആധാർ വെരിഫിക്കേഷൻ നിർബന്ധമാക്കിയിട്ടുണ്ട്. അതാണ് ഒന്നാമതൊരു ചേഞ്ച് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്ന മറ്റൊരു ചേഞ്ച് IRCTC വെബ്സൈറ്റ് വഴിയും അതുപോലെ തന്നെ IRCTC മൊബൈൽ ആപ്പ് വഴിയും തത്കാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ റൂളിൽ ഒരു മാറ്റം വരികയാണ്. ജൂലൈ 1 മുതൽ ആധാർ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത അക്കൗണ്ട് വഴി മാത്രമേ തത്കാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കൂ. അതുപോലെ തന്നെ ജൂലൈ 15 മുതൽ നമ്മളിങ്ങനെ തത്കാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ OTP വെരിഫിക്കേഷനും നിർബന്ധമാക്കിയിട്ടുണ്ട്. IRCTC മൊബൈൽ ആപ്പ് വഴിയും അതുപോലെ തന്നെ വെബ്സൈറ്റ് വഴിയും മാത്രമല്ല, ജൂലൈ 15 മുതൽ കൗണ്ടർ വഴി നമ്മൾ തത്കാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ OTP വെരിഫിക്കേഷൻ നിർബന്ധമാക്കിയിട്ടുണ്ട്. പിന്നെ വരുന്ന ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ഈ ഒരു ഏജന്റുമാർക്ക് തത്കാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന ഒരു റൂളിലാണ്. ഇനി മുതൽ ഏജന്റുമാർക്ക് തത്കാൽ ടിക്കറ്റ് ബുക്കിംഗ് ഓപ്പൺ ആയി ആദ്യത്തെ അരമണിക്കൂർ ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. അവർക്ക് ഈ ഒരു തത്കാൽ ടിക്കറ്റ് ബുക്കിംഗ് ഓപ്പൺ ആയി ആദ്യത്തെ അരമണിക്കൂറിന് ശേഷം മാത്രമേ ബുക്കിങ്ങുകൾ ചെയ്യാനായിട്ട് സാധിക്കൂ. എമർജൻസി ആയിട്ട് യാത്ര ചെയ്യേണ്ടി വരുന്ന ഒരു സിറ്റുവേഷനിൽ യൂസ് ചെയ്യാനായിട്ടാണ് ഈ ഒരു തത്കാൽ ടിക്കറ്റ് ബുക്കിംഗ് സിസ്റ്റം ഒക്കെ അവതരിപ്പിച്ചത്. പക്ഷേ ഇത് വ്യാപകമായിട്ട് ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് തടയാനായിട്ടാണ് ഈ രീതിയിൽ പുതിയ മാറ്റങ്ങൾ റെയിൽവേ കൊണ്ടുവരുന്നത്. ഏജന്റിന് തത്കാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന ആ ഒരു ടൈം വിൻഡോയിലാണെങ്കിലും അതേപോലെ തന്നെ നമ്മൾ IRCTC വെബ്സൈറ്റ് വഴിയും അതുപോലെ തന്നെ മൊബൈൽ ആപ്പ് വഴിയും തത്കാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ആധാർ വെരിഫിക്കേഷനും അതുപോലെ തന്നെ OTP വെരിഫിക്കേഷനും നിർബന്ധമാക്കിയിരിക്കുന്നത്. മറ്റൊരു അപ്ഡേറ്റ് IT റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. നോർമലി IT റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂലൈ 31 ആണ്. അതിപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്ത് സെപ്റ്റംബർ 15 വരെ ആക്കിയിട്ടുണ്ട്. സോ എക്സ്ട്രാ ആയിട്ട് ഒരു 46 ദിവസം കൂടി അനുവദിച്ച് കിട്ടിയിട്ടുണ്ട്. എങ്കിലും അവസാനം ആകാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട, അതിന് മുന്നേ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം ലാസ്റ്റ് ടൈം ആകുമ്പോൾ മിക്കപ്പോഴും സെർവർ ഇഷ്യൂ ഒക്കെ വരാറുണ്ട്. നമുക്ക് പലപ്പോഴും ഫയൽ ചെയ്യാൻ സാധിക്കാത്തൊരു സിറ്റുവേഷൻ ലാസ്റ്റ് മൊമെന്റിൽ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് ഡേറ്റ് ആകാൻ കാത്തിരിക്കേണ്ട. എങ്കിലും ഇപ്പോൾ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് സെപ്റ്റംബർ 15 വരെ ആക്കിയിട്ടുണ്ട്. ഇനി SBI കാർഡ്സിന്റെ ടേംസ് ആൻഡ് കണ്ടീഷനിൽ ഈ ജൂലൈ 1 മുതൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ ഒരു മാറ്റം എന്ന് പറയുന്നത് SBI കാർഡ്സ് ഇഷ്യൂ ചെയ്യുന്ന ചില കാർഡ് വേരിയന്റുകളിൽ നമുക്ക് എയർ ആക്സിഡന്റൽ ഇൻഷുറൻസ് കവറേജ് ഉണ്ടായിരുന്നു. പ്രീമിയം വേരിയന്റിലായിരുന്നു ഈ ഒരു എയർ ആക്സിഡന്റൽ ഇൻഷുറൻസ് കവറേജ് ഉണ്ടായിരുന്നത്. നമുക്ക് SBI കാർഡ്സിന്റെ എലൈറ്റ് വേരിയന്റ് അതുപോലെ തന്നെ മൈൽസ് എലൈറ്റ്, മൈൽസ് പ്രൈം എന്നീ കാർഡ് വേരിയന്റുകളിൽ നമുക്ക് 1 കോടി രൂപയുടെ എയർ ആക്സിഡന്റൽ ഇൻഷുറൻസ് കവറേജ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ജൂലൈ 1 മുതൽ ഈ പറഞ്ഞ കാർഡ് വേരിയന്റുകളിൽ 1 കോടി രൂപയുടെ എയർ ആക്സിഡന്റൽ ഇൻഷുറൻസ് കവറേജ് കിട്ടുകയില്ല. അതുപോലെ തന്നെ SBI കാർഡ്സിന്റെ പ്രൈം വേരിയന്റ്, SBI കാർഡ്സിന്റെ പൾസ് വേരിയന്റിൽ ഒരു 50 ലക്ഷം രൂപയുടെ എയർ ആക്സിഡന്റൽ ഇൻഷുറൻസ് കവറേജ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കവറേജും റിമൂവ് ആക്കിയിട്ടുണ്ട്. പിന്നെ വരുന്ന മറ്റൊരു ചേഞ്ച് SBI കാർഡ്സിന്റെ മിനിമം എമൗണ്ട് ഡ്യൂ കാൽക്കുലേഷനിൽ ജൂലൈ 15 മുതൽ മാറ്റം വരികയാണ്. ആ ഒരു മാറ്റം നോക്കിക്കഴിഞ്ഞാൽ 100% GST എമൗണ്ട് പ്ലസ് EMI എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു കംപ്ലീറ്റ് EMI എമൗണ്ട് പ്ലസ് എന്തെങ്കിലും ഫീസോ അതുപോലെ തന്നെ ചാർജോ കാര്യങ്ങളോ ഒക്കെ പേ ചെയ്യാനുണ്ടെങ്കിൽ അത് 100% പ്ലസ് എന്തെങ്കിലും ഫൈനാൻസ് ചാർജ് ആപ്ലിക്കബിൾ ആണെങ്കിൽ അത് 100% പ്ലസ് എന്തെങ്കിലും ഓവർ ലിമിറ്റ് എമൗണ്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കംപ്ലീറ്റ് ഓവർ ലിമിറ്റ് എമൗണ്ട് പ്ലസ് നമ്മൾ പ്രീവിയസ് സ്റ്റേറ്റ്മെന്റ് സൈക്കിളിൽ സ്പെൻഡ് ചെയ്ത എമൗണ്ടിന്റെ 2%. അപ്പോൾ ഇത്രയും ചേർന്നതാണ് മിനിമം എമൗണ്ട് ഡ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയായിരിക്കും ജൂലൈ 15 മുതൽ SBI കാർഡ്സിന്റെ മിനിമം എമൗണ്ട് ഡ്യൂവിന്റെ കാൽക്കുലേഷൻ വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ പേ ചെയ്ത എമൗണ്ടിന്റെ സെറ്റിൽമെന്റ് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഓർഡർ വരുന്നത് നമ്മളൊരു എമൗണ്ട് പേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് സൈക്കിളിലെ ബിൽ എമൗണ്ടിൽ വരുന്ന GST ചാർജുകളുണ്ടല്ലോ അതിൻ്റെ 100%ത്തിലേക്കായിരിക്കും ആദ്യം നമ്മൾ പേ ചെയ്യുന്ന എമൗണ്ടിൻ്റെ ആ ഒരു പെർസെൻറ്റേജ് പോകുന്നത്. നെക്സ്റ്റ് വരുന്നത് എന്തെങ്കിലും EMI ഉണ്ടെങ്കിൽ അതിൻ്റെ 100%, പിന്നെ എന്തെങ്കിലും ഫീസോ ചാർജോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ 100%, പിന്നെ എന്തെങ്കിലും ഫൈനാൻസ് ചാർജ് ഉണ്ടെങ്കിൽ അതിൻ്റെ 100%, പിന്നെ ബാലൻസ് ട്രാൻസ്ഫർ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലേക്കായിരിക്കും പിന്നീട് പോകുന്നത്. അത് കഴിഞ്ഞ് ആയിരിക്കും നമ്മൾ നടത്തിയിട്ടുള്ള ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് സൈക്കിളിൽ നടത്തിയിട്ടുള്ള നോർമൽ റീറ്റെയിൽ ട്രാൻസാക്ഷൻ്റെ സെറ്റിൽമെൻറ്റിലേക്ക് പോകുന്നത്. പിന്നെ വരുന്നത് ക്യാഷ് അഡ്വാൻസ്. ഈ രീതിയിലായിരിക്കും നമ്മളൊരു
എമൗണ്ട് പേ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു എമൗണ്ട് സെറ്റിൽമെന്റ് ആകുന്നത്. ഇത്രയുമാണ് SBI കാർഡ്സിന്റെ ടേംസ് ആൻഡ് കണ്ടീഷനിൽ ജൂലൈ മാസത്തിൽ വരുന്ന മാറ്റങ്ങൾ. ഇനിയിപ്പോൾ HDFC ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന ക്രെഡിറ്റ് കാർഡുകളുടെ ടേംസ് ആൻഡ് കണ്ടീഷനിൽ ജൂലൈ മാസം മുതൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ ഒരു മാറ്റം എന്ന് പറയുന്നത് ചില സ്പെസിഫിക് കാറ്റഗറിയിൽ ഒരു നിശ്ചിത എമൗണ്ടിന്റെ മുകളിൽ സ്പെൻഡിങ് വന്നു കഴിഞ്ഞാൽ 1% ഫീസ് ആപ്ലിക്കബിൾ ആണ്. HDFC ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ഗെയിമിംഗ് കാറ്റഗറി സ്പെൻഡിങ് ഒരു മാസത്തിൽ 10,000 രൂപയ്ക്ക് മുകളിൽ വന്നു കഴിഞ്ഞാൽ മുകളിൽ വരുന്ന എമൗണ്ടിന്റെ 1% പ്ലസ് GST ഒരു ഫീസായിട്ട് എടുക്കും. അതുപോലെ തന്നെ യൂട്ടിലിറ്റി ബിൽ പേയ്മെന്റ് ഒരു ബില്ലിംഗ് സൈക്കിളിൽ 50,000 രൂപയ്ക്ക് മുകളിൽ വന്നു കഴിഞ്ഞാൽ 1% ഫീസ് ആപ്ലിക്കബിൾ ആണ്. ഇൻഷുറൻസ് പേയ്മെന്റ് ഒഴികെ മറ്റ് യൂട്ടിലിറ്റി കാറ്റഗറി ബിൽ പേയ്മെന്റുകൾ ഒരു മാസത്തിൽ 50,000 രൂപയ്ക്ക് മുകളിൽ വന്നു കഴിഞ്ഞാൽ അതിന്റെ 1% പ്ലസ് GST ഫീസ് ആപ്ലിക്കബിൾ ആണ്. പിന്നെ വരുന്നത് വാലറ്റ് ലോഡിങ് ഒരു മാസം 10,000 രൂപയ്ക്ക് മുകളിൽ വന്നു കഴിഞ്ഞാൽ 1% ഫീസ് ആപ്ലിക്കബിൾ ആണ്. മാക്സിമം ഈടാക്കുക 4,999 രൂപ വരെ ആയിരിക്കും ചാർജ് ഈടാക്കുക. പിന്നെ വരുന്ന മറ്റൊരു ചേഞ്ച് ഈ പറഞ്ഞ കാറ്റഗറിയിൽ കൂടാതെ ഫ്യൂവൽ കാറ്റഗറി പേയ്മെന്റ് അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ പേയ്മെന്റ് ഒക്കെ ആണെങ്കിലും 1% ഫീസ് HDFC ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡിനുണ്ട്. അതിനൊരു ക്യാപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ഫ്യൂവൽ പേയ്മെന്റ് ആണെങ്കിൽ നിങ്ങളുടെ കാർഡ് വേരിയന്റ് അനുസരിച്ച് ഒരു ബില്ലിംഗ് സൈക്കിളിൽ 15,000 രൂപ അല്ലെങ്കിൽ 30,000 രൂപ ഏതാണോ നിങ്ങളുടെ കാർഡ് വേരിയന്റ് അതനുസരിച്ചൊരു ലിമിറ്റ് ഉണ്ടാകും. അതിന് മുകളിൽ സ്പെൻഡിങ് വന്നു കഴിഞ്ഞാൽ 1% ഫീസ് ആപ്ലിക്കബിൾ ആണ്. അതുപോലെ തന്നെ ഇപ്പോൾ എഡ്യൂക്കേഷണൽ പേയ്മെന്റ് ആണെങ്കിൽ ക്രെഡ് അതുപോലെ തന്നെ ഫോൺ പേ ഒക്കെ പോലുള്ള തേർഡ് പാർട്ടി മൊബൈൽ ആപ്പ് വഴിയുള്ള എഡ്യൂക്കേഷണൽ പേയ്മെന്റ് ആണെങ്കിൽ അതിന് 1% ഫീസ് ആപ്ലിക്കബിൾ ആണ്. ഇങ്ങനെ ഈടാക്കുന്ന 1% ഫീസിന് ഒരു ക്യാപ്പ് ഉണ്ട്. 4,999 രൂപ വരെ ആയിരിക്കും മാക്സിമം ഈടാക്കുന്ന ഫീസ്. പിന്നെ വരുന്ന മറ്റൊരു ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ നമുക്ക് HDFC ബാങ്കിന്റെ കാർഡ്സിൽ ഇൻഷുറൻസ് കാറ്റഗറി പേയ്മെന്റ് ആണെങ്കിൽ റിവാർഡ് പോയിന്റ് കിട്ടും. അതിനൊരു ക്യാപ്പ് ഉണ്ട്. HDFC ബാങ്കിന്റെ ഇൻഫീനിയ വേരിയന്റ് അതുപോലെ തന്നെ ഇൻഫീനിയ മെറ്റൽ വേരിയന്റ് ആണെങ്കിൽ ഇൻഷുറൻസ് കാറ്റഗറിയിൽ കിട്ടുന്ന റിവാർഡ് പോയിന്റ് ഒരു മാസം മാക്സിമം 10,000 ആണ്. പിന്നെ ഡൈനേഴ്സ് ബ്ലാക്ക് അതുപോലെ തന്നെ ബിസ് ബ്ലാക്ക് വേരിയന്റ് ആണെങ്കിൽ ഒരു മാസം മാക്സിമം 5,000 റിവാർഡ് പോയിന്റ് ആണ് ഇൻഷുറൻസ് കാറ്റഗറി പേയ്മെന്റിൽ നേടുവാനായിട്ട് സാധിക്കുക. ഇതൊഴികെയുള്ള മറ്റെല്ലാ HDFC ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡിലും നമുക്ക് ഇൻഷുറൻസ് പേയ്മെന്റ് കാറ്റഗറിയിൽ ഒരു മാസം മാക്സിമം നേടുവാൻ സാധിക്കുന്ന റിവാർഡ് പോയിന്റ് എന്ന് പറയുന്നത് 2,000 ആണ്. നെക്സ്റ്റ് വരുന്ന മറ്റൊരു ചേഞ്ച് ICICI ബാങ്കിന്റെ സേവിങ്സ് അക്കൗണ്ടുകളുടെ സർവീസ് ചാർജിൽ ജൂലൈ 1 മുതൽ കുറച്ച് മാറ്റങ്ങൾ വരികയാണ്. ആദ്യത്തെ ഒരു മാറ്റം ATM ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഇപ്പോൾ ATM ട്രാൻസാക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ICICI ബാങ്കിന്റെ ATM ആണെങ്കിൽ ഒരു മാസം നമുക്ക് 5 ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് സൗജന്യമായിട്ട് ചെയ്യുവാനായിട്ട് സാധിക്കും. നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് ചെയ്യാം. അതിന് പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻ വരുന്നില്ല. എന്നാൽ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ ICICI ബാങ്കിന്റെ ATM വഴി 5-ൽ കൂടുതൽ ആയി കഴിഞ്ഞാൽ ഓരോ ട്രാൻസാക്ഷനും 23 രൂപ പ്ലസ് GST ATM ട്രാൻസാക്ഷൻ ചാർജ് ആയിട്ട് കൊടുക്കേണ്ടതായിട്ട് വരും. ഇനിയിപ്പോൾ അതർ ബാങ്കിന്റെ ATM ആണെങ്കിൽ മെട്രോ ഏരിയയിൽ 3 ട്രാൻസാക്ഷൻ സൗജന്യമായിട്ട് ചെയ്യാം. നോൺ മെട്രോ ഏരിയ ആണെങ്കിൽ ഒരു മാസം 5 ട്രാൻസാക്ഷൻ സൗജന്യമായിട്ട് ചെയ്യാം. ഈ ഒരു ഫ്രീ ലിമിറ്റിൽ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷനും പെടും അതുപോലെ തന്നെ നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷനും പെടും. ഈ ഒരു ഫ്രീ ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷന് 23 രൂപ പ്ലസ് GSTയും നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ 8.5 രൂപ പ്ലസ് GSTയും ചാർജ് ഈടാക്കും. അതേപോലെ തന്നെ ഇന്റർനാഷണൽ ATM ട്രാൻസാക്ഷൻ ചാർജ് വരുന്നത് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ 125 രൂപ പ്ലസ് GST ആണ്. നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷന്റെ ചാർജ് വരുന്നത് 25 രൂപ പ്ലസ് GST ആണ്. നെക്സ്റ്റ് വരുന്ന ഒരു ചേഞ്ച് IMBS ട്രാൻസാക്ഷനുകളുടെ ചാർജിലാണ്. ട്രാൻസാക്ഷൻ എമൗണ്ട് അപ് ടു 1,000 രൂപ വരെയാണെങ്കിൽ 2.5 രൂപ പ്ലസ് GST പെർ ട്രാൻസാക്ഷനും 1,000 രൂപയ്ക്ക് മുകളിൽ 1,00,000 രൂപ വരെ 5 രൂപ പെർ ട്രാൻസാക്ഷനും 1,00,000 രൂപയ്ക്ക് മുകളിൽ 5,00,000 രൂപ വരെ 15 രൂപ പ്ലസ് GST പെർ ട്രാൻസാക്ഷനുമാണ് IMBSന് ജൂലൈ 1 മുതൽ ഈടാക്കുക. നെക്സ്റ്റ് വരുന്നത് ക്യാഷ് ട്രാൻസാക്ഷന്റെ ചാർജിലാണ്. ബ്രാഞ്ച് വഴി ഉള്ള ക്യാഷ് ട്രാൻസാക്ഷൻ അതുപോലെ തന്നെ റീസൈക്ലർ മെഷീൻ വഴിയുള്ള ക്യാഷ് ട്രാൻസാക്ഷന്റെ ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാർജ് ഈടാക്കും. ആ ലിമിറ്റ് വരുന്നത് നമുക്ക് ഒരു മാസം 3 ട്രാൻസാക്ഷനാണ് സൗജന്യമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുക. ഈ ഒരു ഫ്രീ ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ ട്രാൻസാക്ഷൻ 150 രൂപ പ്ലസ് GST ചാർജ് ഈടാക്കും. ഇനിയിപ്പോൾ ക്യാഷ് ഡെപ്പോസിറ്റ് ആണെങ്കിൽ നമുക്ക് ഒരു മാസം 1,00,000 രൂപ വരെയാണ് സൗജന്യമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 150 രൂപ ഇല്ലെങ്കിൽ ഓരോ 1,000 രൂപക്ക് 3.5 രൂപ പ്ലസ് GST ഏതാണോ ഉയർന്ന തുക അതായിരിക്കും ചാർജ് ആയിട്ട് ഈടാക്കുക. ഇതൊക്കെയാണ് ICICI ബാങ്കിന്റെ സർവീസ് ചാർജിൽ ജൂലൈ 1 മുതൽ വരുന്ന മാറ്റങ്ങൾ. ഈ പുതിയ മാറ്റങ്ങളെ പറ്റി അവെയർ ആയിരിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോട് കൂടി